ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, വീണ്ടും തിരുസന്നിധിയിൽ അങ്ങയുടെ വചനത്തിന് മുൻപാകെ ഇരിക്കുവാൻ ഞങ്ങൾക്ക് തരുന്ന അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് കേൾക്കുന്നതായ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 ഇരട്ടിയായി ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവം ഞങ്ങൾക്കുണ്ടാകണമേ. പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ഇടയിൽ വ്യാപരിച്ച് ഈ ശുശ്രൂഷ അനുഗ്രഹകരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാഗ്യവതിയായ അമ്മയുടെയും പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രത്യേകാൽ ഞങ്ങളുടെ പേരിൻ്റെ വിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. എത്രയും സ്നേഹം നിറഞ്ഞ ശാലോം TV പ്രേക്ഷകരെ, ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ഇരിക്കുവാൻ നമുക്ക് ദൈവം തരുന്ന അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളത് പോലെ റോമാലേഖനം 9-ാം അധ്യായം 16-ാം വാക്യം, ആകയാൽ ആഗ്രഹിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണയുള്ള ദൈവത്താലാണ് എല്ലാം സാധ്യമാവുക. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യമാണ് വീണ്ടും നമ്മളെ ദൈവസന്നിധിയിൽ വിളിച്ചിരുത്തുന്നത് എന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ മനസ്സിൽ ആ ധ്യാനവും ചിന്തയും എപ്പോഴും ഉണ്ടാകട്ടെ. ദൈവമേ, നിൻ്റെ കരുണയാണല്ലോ ഞങ്ങളെ അങ്ങയുടെ മുൻപാകെ ഇരുത്തുക. സത്യത്തിൽ ദൈവത്തിന് മുൻപാകെ നിൽക്കുവാനോ ഇരിക്കുവാനോ ദൈവവചനത്തിൻ്റെ മുൻപാകെ മുട്ടുകളെ മടക്കുവാനോ യാതൊരു യോഗ്യതയുമില്ലാത്ത നമുക്ക് ദൈവം തരുന്ന സൗഭാഗ്യമായിട്ട് ഈ ഓരോ നിമിഷങ്ങളെയും നമുക്ക് പരിഗണിക്കുവാനും വിലയുള്ളതായിട്ട് ഈ സമയങ്ങളെ കാണുവാനും ഒക്കെ ദൈവം ഇടയാക്കട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ വചനം ഇങ്ങനെയാണ് പറയുക: എന്തെന്നാൽ സർവ്വസൃഷ്ടിയും ദൈവമക്കളുടെ പ്രത്യക്ഷതയ്ക്ക് പ്രത്യാശിച്ചും പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കുന്നു. എന്തെന്നാൽ സർവ്വലോകവും വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ലോകം വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് ലോകം കൊതിക്കുകയാണ്. ആ ഭാഗം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട്, ഒരു പ്രപഞ്ചം മുഴുവനായും, അല്ലെങ്കിൽ മനുഷ്യകുലം മാത്രമല്ല, ഈ ഭൂമിയിലെ സകല സൃഷ്ടിജാലങ്ങളും ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടുമാണ് നിലകൊള്ളുന്നത്. കാരണം വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ട് ലോകം മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. സഭാപ്രസംഗകൻ്റെ ആ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ 1-ാം അധ്യായവും 2-ാം അധ്യായവും ഒക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയെല്ലാം പറയുന്നു, മനുഷ്യൻ അധ്വാനിക്കുന്നു, അവൻ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു എന്നറിയുന്നില്ല, എല്ലാം മായ, എല്ലാം മായ, എല്ലാം വ്യർത്ഥമെന്ന് സഭാപ്രസംഗ ജ്ഞാനികളിൽ ജ്ഞാനിയായവൻ എഴുതി വയ്ക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ലോകം മുഴുവൻ വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ 127-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ട വ്യക്തിയുടെ ഒരു സ്വഭാവം അതികാലത്ത് എഴുന്നേൽക്കുകയും കിടക്കാൻ താമസിക്കുകയും ആകുല ചിന്തകളോടെ അപ്പം ഭക്ഷിക്കുകയും ചെയ്യുന്നവർ വ്യർത്ഥന്മാരാകുന്നു എന്നവിടെ തിരുവചനം പറയുകയാണ്. അപ്പോൾ മനുഷ്യന് രാത്രിയിൽ ഉറക്കമില്ല, പ്രഭാതം ആകുന്നതിന് മുമ്പേ അവൻ ആകുലപ്പെട്ട് എഴുന്നേൽക്കുന്നു. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആകുലപ്പെട്ടും ധൃതിപ്പെട്ടുകൊണ്ടും മനുഷ്യൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ മൊത്തത്തിൽ അവനൊരു അസ്വസ്ഥതയാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, എന്താണിതിൻ്റെ പിന്നിലെ പ്രചോദനമെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രത്യേകതയാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകത്തിന് വേണ്ടി മാത്രം ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരെക്കാൾ വ്യർത്ഥന്മാരാണ്, അരിഷ്ടന്മാരാണെന്ന് പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വേദഭാഗത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ട്. ധനവാനായ ഒരു മനുഷ്യൻ തൻ്റെ വിളവുകൾ വിളഞ്ഞ് കൂടുതലായി ഫലം പുറപ്പെടുവിക്കുന്നതായി കണ്ടപ്പോൾ അവൻ മനോഗതം പറയുകയാണ് അവനോട് തന്നെ, എനിക്ക് കഴിഞ്ഞ ആണ്ടിലേക്കാളും കൂടുതലായി വിളവുകളുണ്ട്, ഞാൻ എൻ്റെ കളപ്പുരകൾ ഇടിച്ചു നിരത്തും, കളപ്പുരകൾ ഇടിച്ചു നിരത്തിയിട്ട് വീണ്ടും അല്പം കൂടെ വിസ്താരം കൂട്ടി ഞാനത് പണിയും, എന്നിട്ട് എനിക്കുള്ളതെല്ലാം അതിൽ ശേഖരിച്ചു വയ്ക്കും, എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, മനുഷ്യ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അവിടെ കർത്താവ് ചോദിക്കുന്നു, ഭോഷനായ അല്ലെങ്കിൽ
വ്യർത്ഥ മനുഷ്യ, മൂഢമനുഷ്യ, ഈ രാത്രിയിൽ ഞാൻ നിൻ്റെ പ്രാണനെ ചോദിച്ചാൽ നീ കൂട്ടി വെച്ചതൊക്കെയും ആർക്കായിത്തീരും? അപ്പോൾ ഈ ലോകത്തോട് ബന്ധപ്പെട്ട് മനുഷ്യൻ തിന്നുകയും കുടിക്കുകയും ചിന്തിക്കുകയും ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനായിട്ട് അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ അവിടെ തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്, ഇതെല്ലാം മായയാണ്, വ്യർത്ഥതയാണ്. എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നതെന്നോ എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നതെന്നോ അറിയാതെ മനുഷ്യൻ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ എല്ലാം വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്, ഈ ലോകത്തിന് നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി അല്ല നിങ്ങൾ അധ്വാനിക്കേണ്ടത്, നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടിയാണ് നിങ്ങൾ അധ്വാനിക്കേണ്ടത്. പലപ്പോഴും നിത്യജീവൻ എന്ന ദർശനവും കാഴ്ചപ്പാടും അല്ലെങ്കിൽ ദൈവ സൃഷ്ടിയുടെ ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ മറന്നുപോയിട്ട് മനുഷ്യൻ ധൃതിപ്പെട്ട്, തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് പോലെ അന്ത്യകാലത്തിൽ മനുഷ്യൻ ധൃതഗതിക്കാരാകുമെന്നൊക്കെ പറയുന്നത് പോലെ ധൃതി പിടിച്ച് ഓടുമ്പോൾ ഇതിൻ്റെ പിന്നിലെ മനുഷ്യന് ലഭിക്കാനിരിക്കുന്ന എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് ഇതിൻ്റെ പിന്നിൽ രൂപപ്പെട്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഉത്തരവില്ല. അപ്പോൾ വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ട് ലോകം യാത്ര ചെയ്യുകയാണ്, ലോകം വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യക്ഷതയ്ക്കായി, ഒരു ദൈവ പൈതലിൻ്റെ ഒരു ആഗമനത്തിനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ദൈവാശ്രയത്തിൽ ജീവിക്കുന്ന ഒരു പൈതലിനെ കാണുവാനായിട്ട് പ്രപഞ്ചം പോലും കൊതിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെയുള്ള വിശുദ്ധന്മാർ ജീവിച്ചിരുന്ന സ്ഥലത്തെ ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ സൃഷ്ടി വൃക്ഷലതാദികൾക്ക് പോലും ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, ഒരു ദൈവ പൈതലായി നാം രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു, ഒരു ദൈവ പൈതലായി നാം മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. ഒരു ദൈവ പൈതലിനെ മാത്രമേ ഈ പ്രപഞ്ചത്തെ നവീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ ദൈവ പൈതലിനായി കാത്തിരിക്കുന്ന ഈ സൃഷ്ടിഗണത്തെ നവീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്ങനെയുള്ള വ്യക്തിക്കാണ് ഈ പ്രപഞ്ചത്തെ അതിൻ്റെ കാത്തിരിപ്പിന് സന്തോഷം കൊടുത്തുകൊണ്ട് ആ പ്രകൃതിയെ അല്ലെങ്കിൽ സൃഷ്ടിജാലത്തെ ആനന്ദിപ്പിക്കുവാനായിട്ട്, പ്രചോദിപ്പിക്കുവാൻ, ഉത്തേജിപ്പിക്കുവാനായിട്ട് സാധിക്കുക? യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ ദൈവ സൃഷ്ടിജാലങ്ങളെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നവീകരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഉള്ള വ്യക്തികളുടെ പ്രത്യേകത എന്താണ്? എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ കാണുകയാണ്, നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുവാനായി ഞാൻ നിങ്ങളെ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവ വിളി ലഭിച്ച് ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായി മാറണം, ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായി മാറണം. പ്രിയമുള്ളവരെ, പലപ്പോഴും ഈ കാലയളവിൽ കാണുന്നതായ വലിയ വേദന എന്ന് പറയുന്നത്, വൃക്ഷം തഴച്ചു വളർന്ന് നിൽക്കുന്നുണ്ട്, അനേക മനോഹരമായ ശാഖകൾ, അത് ഇലകളാൽ നിബിഡമായി അനേക കൊമ്പുകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ നിൽക്കുന്ന വൃക്ഷത്തെ അന്വേഷിച്ച് ഫലമന്വേഷിച്ച് ചെല്ലുമ്പോൾ ഫലം കാണുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നമ്മൾ ഓരോരുത്തരും ആധ്യാത്മികരാണെന്ന് വിചാരിച്ച് അഭിമാനം കൊള്ളുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആധ്യാത്മിക ഫലങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ എത്രമാത്രം പ്രകടമായിട്ട് കാണുന്നുണ്ട് എന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. അതോ നമ്മളൊക്കെ പൗലോസ് തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ആധ്യാത്മികതയുടെ വേഷവും അതിൻ്റെ ഫലത്തിൽ നിന്ന് അല്ലെങ്കിൽ യഥാർത്ഥ ശക്തിയിൽ നിന്ന് അകന്നവരുമാണോ നമ്മൾക്കൊന്ന് വിലയിരുത്താനായിട്ട് സാധിക്കട്ടെ. ഓർമ്മപ്പെടുത്തിയത് ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഇനി ആ ഫലത്തിനൊരു വ്യത്യാസമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഫലം നിലനിൽക്കുന്ന ഫലമായിരിക്കണം. നിങ്ങളുടെ ഫലം നിലനിൽക്കുന്ന ഫലമാകുമ്പോൾ പിതാവ് അതിലൂടെ മഹിമയുള്ളവനായിത്തീരുന്നു. അപ്പോൾ ഫലം കണ്ടതുകൊണ്ട് കാര്യമില്ല, നിലനിൽക്കുന്ന ഫലമാകണം. പലപ്പോഴും ആധ്യാത്മികതയിൽ തുടക്കവും ഒടുക്കവും നന്നായിരിക്കണമെന്നാണ് പറയുക. സുറിയാനി സഭയുടെ പാരമ്പര്യമനുസരിച്ച് ജന്മദിനം വിശുദ്ധന്മാരുടെ അധികം ആഘോഷിക്കാറില്ല. കൂടുതലായിട്ടും വിശുദ്ധന്മാരുടെ വാങ്ങിപ്പിൻ്റെ പെരുന്നാളാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത്. കാരണം ഇതാണ്, മരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ശരീരത്തിൽ നിന്ന് സ്വതന്ത്രനായിത്തീരുന്നത്. എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് ഒരു വ്യക്തി സ്വതന്ത്രനായിത്തീരുന്നത് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്നതിലൂടെയാണ്. പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, നമ്മളൊക്കെ
നിലനിൽക്കുന്ന ഫലമുള്ളവരാണോ? ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ കർത്താവിനെ വ്യക്തിപരമായിട്ട് അറിഞ്ഞ് ആ നാളുകളിലൊക്കെ ഒരു നിർമ്മലത നമുക്കുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം പൊട്ടി നിലവിളിക്കാൻ നമുക്കറിയാമായിരുന്നു. മുട്ടുമേൽ നിന്ന് കരഞ്ഞ് ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ, കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഒരു കുഞ്ഞു പൈതലിനെ പോലെ, ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെയൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ ഹൃദയം പകരുമായിരുന്നു. നമുക്ക് ഹൃദയം പകരാനുള്ളൊരു നിർമ്മലതയുണ്ടായിരുന്നു. പക്ഷേ ആ ആരംഭത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ദൈവം നമ്മളെ ഒരുപാടങ്ങ് വഴി നടത്തി യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എവിടെയൊക്കെയോ ആ നിർമ്മലത നമുക്ക് നഷ്ടമായി. ഇപ്പോൾ നമ്മൾ ആ ആരംഭത്തിലെ ദൈവാനുഭവത്തിൽ തന്നെയാണോ നിൽക്കുന്നത്? അതോ അതിൽ നിന്ന് വളരുകയാണോ? അതോ പിന്നോട്ട് പോവുകയാണോ ചെയ്തിട്ടുള്ളത്? അതൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. പലപ്പോഴും ആരംഭവും ഒടുക്കവും നന്നായാൽ മാത്രമേ ആ ഫലം നിലനിൽക്കുന്ന ഫലമായിട്ട് മാറുകയുള്ളൂ. പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ ഒരു ദൈവ പൈതലിനായി കാത്തിരിക്കുന്നവർക്ക് സന്തോഷം പകരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ. രണ്ടാമത് പറയുകയാണ് ഈ ഫലത്തെക്കുറിച്ച്. ഈ ഫലം പുറപ്പെടുവിക്കുക വഴിയായിട്ട് പിതാവ് മഹിമയുള്ളവനായിത്തീരുന്നു. അപ്പോൾ ദൈവനാമ മഹത്വം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തെ ആനന്ദിക്കുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ആധ്യാത്മികതയിലൊക്കെ നമ്മൾ തുടങ്ങുന്നത് ദൈവനാമ മഹത്വം പറഞ്ഞുകൊണ്ടും ഈ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ദൈവ തിരുനാമ മഹത്വത്തിനായി തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടുമാണ്. പക്ഷെ പിന്നീട് വരുമ്പോൾ എവിടെയൊക്കെയോ നമുക്ക് താളം തെറ്റുകയാണ്. പിന്നീട് എവിടെയൊക്കെയോ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ തേടുകയാണ്. റോമാലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മനുഷ്യർ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് കൊടുക്കേണ്ട മഹത്വം, അവനെ ആരാധിക്കേണ്ടത് അറിഞ്ഞിട്ടും വേണ്ടതുപോലെ ആരാധിക്കുകയോ മഹത്വപ്പെടുത്തുകയോ ചെയ്യാതെ സ്വയം പരസ്പരം മഹത്വം എടുക്കുകയും സ്വയം മഹത്വം എടുക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, ഈ ഒരു തലത്തിൽ നമുക്കൊരു സന്തോഷവും ആധ്യാത്മികമായിട്ട് ഈ പ്രപഞ്ചത്തിന് കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. എവിടെയാണ് നമ്മൾ വീണുപോയത്? ഒന്ന് ഓർക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ കൊടുക്കേണ്ട മഹത്വം നമ്മളൊക്കെ നിലനിൽക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നുണ്ടല്ലോ, എന്താണ് ദാനമല്ലാത്തത് നിനക്കുള്ളത്? നിൻ്റെ ആധ്യാത്മിക നിറവ്, നിൻ്റെ പ്രാർത്ഥനാ ജീവിതം, നിൻ്റെ ജീവിത ശൈലിയൊക്കെ എൻ്റെ ദാനമാണ്. നിനക്ക് എന്തെങ്കിലും ദൈവത്തെ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെട്ട് ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവമാണ് നിന്നെ ആ തലത്തിൽ പരിശീലിപ്പിച്ചു കൊണ്ടുവന്നത്. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മൾ പലരും ഈ അവസ്ഥയിൽ നിന്ന് മാറി കുറച്ച് കഴിയുമ്പോൾ എൻ്റെ പ്രാർത്ഥന, എൻ്റെ പ്രസംഗം, എൻ്റെ ജീവിതശൈലി, ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്നത് അത് മറ്റുള്ളവർ അനുകരിക്കണം, കേൾക്കണം, എൻ്റെ ശ്രേഷ്ഠത എന്നൊക്കെ ഹൃദയത്തിൽ വിചാരിച്ചുകൊണ്ട് പലപ്പോഴും സ്വയത്തിൽ പുകഴുകയാണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റു ചില വ്യക്തികളിൽ ചാരുകയും അവരെ പുകഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വന്നത്, ദൈവ തിരുനാമ മഹത്വത്തിന് ആയിത്തീരണം നമ്മുടെ ഫലം പുറപ്പെടുവിക്കൽ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിശ്ചയമായിട്ടും ഈ പ്രപഞ്ചത്തെ, പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ അവർ പ്രതീക്ഷിച്ചതുപോലെ ആനന്ദിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഇനി ഒരു ദൈവ പൈതലിന് എങ്ങനെയാണ് ഈ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുക? നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക? അതിന് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ദൈവ പൈതലിന് എങ്ങനെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും? മുന്തിരിത്തണ്ടിനോട് ചേർന്ന് വസിക്കാത്ത ഒരു ശാഖയ്ക്കും ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തതുപോലെ തന്നെ എന്നിൽ വസിക്കാത്ത യാതൊരുവനും ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. എന്നിട്ട് കർത്താവ് പറയാണ്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ മുന്തിരിത്തണ്ടാകുന്ന മശിഹായോട്, കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ അവനുമായിട്ട് ഒന്നായി തീരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവൻ്റെ മനസ്സറിഞ്ഞ് അവൻ ആഗ്രഹിക്കുന്ന, അവനിലൂടെ പുറപ്പെടുന്ന ആ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കണം. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ദൈവചൈതന്യം നഷ്ടപ്പെട്ടാൽ അതിനെ വീണ്ടും പുതുക്കാനായിട്ടും ആ നഷ്ടപ്പെട്ട ദൈവചൈതന്യത്തിലേക്ക് മടങ്ങി വരാനായിട്ടും സാധിക്കണം. ശിംശോൻ്റെ അഭിഷേകം പോയത് ശിംശോൻ അറിഞ്ഞില്ല. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം പഠിപ്പിക്കുന്നതാണല്ലോ. ശിംശോൻ പഴയതുപോലെ തന്നെ അവൻ ശക്തി ആർജിച്ച്
അവൻ്റെ കെട്ടുകളെ പൊട്ടിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടതറിയാതെ, അവൻ്റെ ശക്തി നഷ്ടപ്പെട്ടതറിയാതെ അവൻ കിടന്ന് ബലം പിടിക്കുന്നുണ്ടെങ്കിലും അവിടെ ആ കെട്ട് പൊട്ടിക്കുവാനായിട്ട് അവന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യവും യാഥാർത്ഥ്യവും. നമുക്കറിയാം, മുൻപ് നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ്, മുൻപ് പല ശുശ്രൂഷകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. ജെറുസലേം ദേവാലയത്തിൽ പോയി മടങ്ങി വന്ന് ജോസഫിനും മറിയത്തിനും കൂടെ ഉണ്ടായിരുന്ന നാഥൻ നഷ്ടപ്പെട്ടത് തിരിച്ചറിയാൻ ഒരു ദിവസത്തെ നാഴിക നടക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ പലപ്പോഴും നമ്മളിലുള്ള ആ മുന്തിരിത്തണ്ടിൽ നിന്ന് നമ്മൾ അടർത്തി മാറ്റപ്പെട്ടത്, അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന നമ്മുടെ നാഥനാകുന്ന മശിഹായാകുന്ന ആ മുന്തിരിത്തണ്ടിൽ നിന്ന് നമ്മൾ പറിച്ച് അല്ലെങ്കിൽ അടർത്തി മാറ്റപ്പെട്ടത് നമ്മൾ പലപ്പോഴും ഗ്രഹിക്കാതെ പോവുകയാണ്. എന്ത് പറ്റുമെന്നറിയാമോ? അവസാനം ഈ ശാഖ ഉണങ്ങിക്കഴിയുമ്പോൾ ആദ്യമേ ഒന്നും പുറമേയുള്ളവർക്കും മനസ്സിലാകുകയില്ല ഈ ശാഖ ഉണങ്ങിത്തുടങ്ങി എന്ന്. പിന്നീട് ഈ ശാഖ പുറമേ നിന്ന് നോക്കുന്നവർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ഉണങ്ങി കരിയാൻ തുടങ്ങുമ്പോൾ ഈ പ്രപഞ്ചം ഈ കമ്പിനെക്കുറിച്ച്, ഈ ശാഖയെക്കുറിച്ച് വേദനിക്കാനിടയാകും. ഒരു ദൈവപൈതലിനെക്കുറിച്ച് വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഓരോ വ്യക്തികളും ഈ ദൈവപൈതൽ ആദ്യമേയൊക്കെ ദൈവഭക്തൻ്റെ ഭാവവും ലക്ഷണവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അഭിഷേകം കുറഞ്ഞ് കൃപ നഷ്ടപ്പെട്ട് ഉണക്കച്ചുള്ളി പോലെ ആയി മാറുന്നത് കണ്ടിട്ട് പലപ്പോഴും കരയുന്നതും വേദനപ്പെടുന്നതും കണ്ടിട്ടുണ്ട്. പറഞ്ഞു വന്നത്, ഒരു ദൈവപൈതലായി നിലനിൽക്കുന്ന വ്യക്തി നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന, അല്ലെങ്കിൽ മുന്തിരിത്തണ്ടിനോട് ചേർന്ന് വസിച്ച് ഫലം പുറപ്പെടുവിക്കുന്ന, നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിത്വമായി മാറേണ്ടിയിരിക്കുന്നു. മറ്റൊരു രീതിയിൽ രണ്ടാമത്തെ ഒരു ദൈവ പൈതലിന് ഈ പ്രപഞ്ചത്തെ സന്തോഷിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യം, സ്വർഗത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റുവാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. ഇതുപോലെ കർത്താവിൻ്റെ വരവിൻ്റെ ഈ ഭൂമിയിലെ ലക്ഷ്യവും ഉദ്ദേശവും പിതാവിൻ്റെ ഹിതം നിറവേറ്റുക, പിതാവിനെ പ്രീതിപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു. ഇതേ അർത്ഥതലത്തിലായിരിക്കണം നാം ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. എൻ്റെ ജീവിതം ദൈവ തിരുനാമ മഹത്വത്തിന്, അല്ലെങ്കിൽ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞില്ലേ, ഞാനോ കുറയണം നീയോ വളരണം, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ തിരുനാമ നിമിത്തം എന്താണ് നിനക്ക് തന്നെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവ തിരുനാമ മഹത്വം, അതിനുവേണ്ടി പിതാവ് നമ്മളിലൂടെ കാണുന്ന ഇഷ്ടം, നമ്മളിലൂടെ നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടം, പലപ്പോഴും ആധ്യാത്മികതയിൽ നമ്മൾ ആരംഭം കുറിക്കുമ്പോൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എൻ്റെ ഹിതമൊന്നും വേണ്ട കേട്ടോ, ജീവിതത്തിൽ എനിക്ക് നിൻ്റേതായി ജീവിക്കണം, നിൻ്റെ ഇഷ്ടം മാത്രം എന്നിൽ നിറവേറപ്പെടണം. നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവും ഉദ്ദേശവും അതൊക്കെ തന്നെയാണ്. പിന്നീട് കുറേ കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് നമ്മൾ വയ്ക്കുന്ന കുറേ ലിസ്റ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുന്ന കുറേ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം കടാക്ഷിക്കണം, അതിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് വേണം, അതനുസരിച്ച് നമുക്ക് ആഗ്രഹം തോന്നുന്നത് പോലെ ദൈവം ചാഞ്ഞു വരണം, ദൈവം നമ്മുടെ ഇഷ്ടത്തിനെല്ലാം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരണമെന്നാണ്. നമുക്കറിയാൻ സാധിക്കും, പുത്രൻ തമ്പുരാൻ ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പുത്രൻ തമ്പുരാൻ്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. അവിടെ അവൻ പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ, കാര്യമൊക്കെ ഇതെടുക്കാൻ എനിക്ക് ഭാരമാണ്, പ്രയാസമാണ്, പക്ഷേ അവൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ടും കീഴ്പ്പെട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തെ ആനന്ദിപ്പിക്കുവാൻ, അല്ലെങ്കിൽ പ്രത്യക്ഷതയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ആനന്ദിപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ക്രിസ്തു കടന്നുപോയ വഴിയിലൂടെ കടന്നു പോകാത്ത ഒരു വ്യക്തിക്കും ഈ പ്രപഞ്ചത്തെ ചൈതന്യമുള്ളതാക്കി മാറ്റുവാൻ സാധിക്കുകയില്ല. നമ്മുടെ കർത്താവ് കടന്നുപോയ ഓരോ അനുഭവത്തിലൂടെയും കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അഭിഷേകത്തോടെ നിൽക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു ദൈവാനുഭവമുള്ള പൈതലിന് നമ്മുടെ കർത്താവ് കടന്നുപോയ അതേ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. പലപ്പോഴും ഈ പൗരോഹിത്യ ശുശ്രൂഷയിലോട്ടൊക്കെ കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ ആദ്യകാലത്തൊക്കെ ഇങ്ങനെ ചിന്തിക്കും, ഈ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളൊക്കെ എത്ര മനോഹരമാണ്, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സമൂഹ മധ്യത്തിൽ നമുക്ക് അംഗീകാരങ്ങളുണ്ട്, അതുപോലെ ഊണുമേശകളിൽ അല്ലെങ്കിൽ തീന്മേശകളിലൊക്കെ
നമുക്ക് ഒന്നാം സ്ഥാനമുണ്ട്, മറ്റുള്ളവരെല്ലാം നമ്മുടെ അടുത്ത് വന്ന് അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങുന്നു. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് പലപ്പോഴും പല കുഞ്ഞുങ്ങളും ഈ പൗരോഹിത്യ ശ്രേണിയിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവ് കടന്നുപോയ അതേ അനുഭവം അവന് ഇല്ലായ്മയുണ്ടായിരുന്നു, അവന് ഏകാന്തതയുണ്ടായിരുന്നു, അവൻ തനിയെ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ സമയം ചിലവിടുമായിരുന്നു. പിന്നെ അവൻ പലപ്പോഴും മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ചില സന്ദർഭങ്ങളിലൊക്കെ സത്യം വിളിച്ചു പറയേണ്ടതായിട്ട് വരും, ചില സന്ദർഭങ്ങളിലൊക്കെ മൗനം ഭജിക്കേണ്ടതായിട്ട് വരും. ഇതുപോലെ കർത്താവ് കടന്നുപോയ അതേ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. ഒറ്റപ്പെട്ട് കൂടെ നടന്നവർ പോലും ഒറ്റുകൊടുക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. പ്രതീക്ഷിച്ച തലങ്ങളിൽ നിന്ന് സഹായം ലഭിക്കാത്ത സന്ദർഭങ്ങളുണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഒരു ദൈവ പൈതൽ കടന്നു പോകേണ്ടതായ, യാത്ര ചെയ്യേണ്ടി വരുന്നതായ യാത്രാ വഴികളാണ്. ഇങ്ങനെ ചൈതന്യത്തിൽ നിൽക്കുമ്പോൾ എത്ര ലോകം അവഗണിച്ചാലും, എത്ര മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയാലും, പരിഹസിക്കപ്പെട്ടാലും, ഇന്നല്ലെങ്കിൽ നാളെ ഈ പരിഹസിക്കുന്നവർ പോലും ഓടി അടുത്ത് വരുവാനും അവരുടെ പ്രതിസന്ധി സമയത്ത് ഒരു പ്രാർത്ഥന ചോദിക്കുവാനുമൊക്കെ നിശ്ചയമായിട്ടും ഒരു ദൈവ പൈതലിന് ഇടയായിത്തീരും. ഒരു ദൈവ പൈതലിലൂടെ ഈ പ്രപഞ്ചം അങ്ങനെ അനുഗ്രഹിക്കപ്പെടുകയും ഫലമുള്ളതായി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്: പ്രപഞ്ചം മുഴുവൻ വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരു ദൈവ പൈതലായി നാം മാറേണ്ടിയിരിക്കുന്നു. ഒരു ദേശത്ത് ഒരു വിശുദ്ധൻ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ, അബ്രഹാം പിതാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, സോദോം ഗൊമോറയ്ക്ക് വേണ്ടി. കർത്താവെ, 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദേശത്ത് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ 10 പേരെ പോലും കാണിച്ചു കൊടുക്കാൻ സാധിക്കാതെ അബ്രഹാം തലകുനിക്കേണ്ടതായിട്ട് വന്നില്ലേ? നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കും. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ തിരുവചനം ഇങ്ങനെ പറയുകയാണ്: ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി വിടവിൽ നിൽക്കുവാൻ ഞാനൊരു മനുഷ്യനെ അന്വേഷിച്ചു, ആരെയും അവരുടെ ഇടയിൽ കണ്ടില്ല. സങ്കീർത്തനം 14-ഉം 53-ഉം സങ്കീർത്തനങ്ങൾ എന്താണ് ആരംഭത്തിൽ പറയുക? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ. എന്താണ് വിവേകത്തോടെ എന്ന് പറയാം? തിന്മ വിട്ട് അകലുന്നതാണ് വിവേകം എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. തിന്മ വിട്ട് അകന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യരുടെ നേരെ നോക്കി. പക്ഷേ അവരുടെ ഇടയിൽ ആരെയും കണ്ട് എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നെന്ന് പറയാം. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഓരോരുത്തരും ഈ വിശുദ്ധന്മാരെ അവരുടെ പ്രാർത്ഥനയിൽ ചാരുന്നവരാണ്, വിശുദ്ധന്മാരുടെ മാധ്യസ്ഥതയിൽ ചാരുന്നവരാണ്. നല്ലത് തന്നെയാണ്. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഇതുപോലൊരു വിശുദ്ധയായി മാറാനാണ് വിളിക്കപ്പെട്ടതെന്നും നമ്മളിലൂടെയാണ് നമ്മുടെ ദേശം നവീകരിക്കപ്പെടാനിരിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? നമ്മുടെ ദേശം നമ്മളിലൂടെ ഒരു രൂപാന്തരം പ്രാപിക്കേണ്ടതാണെന്ന് എന്തുകൊണ്ടാണ് വിലയിരുത്താത്തത്? അതുകൊണ്ട് അല്പം കൂടെ ഞാൻ ശ്രദ്ധയോടെ ജീവിക്കേണ്ടതല്ലേ? അല്പം കൂടെ വിശുദ്ധി എനിക്ക് പ്രാപിക്കാൻ ഞാൻ പരിശ്രമിക്കേണ്ടതല്ലേ? ഇങ്ങനെ ഒരു ഉഴപ്പൻ മട്ടിൽ ഉറങ്ങിയുണ്ട് ആധ്യാത്മിക ജീവിതം കൊണ്ടുപോയാൽ മതിയോ? പോരാ. അല്പം കൂടെ ശ്രദ്ധയോടെ ഞാൻ യാത്ര ചെയ്താൽ മാത്രമേ എനിക്ക് ഈ പ്രപഞ്ചം ആഗ്രഹിക്കുന്ന തലത്തിൽ ഒരു രക്ഷയുടെ അനുഭവം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവതിരുസന്നിധിയിൽ അഭയം പ്രാപിക്കാം, ദൈവത്തോട് ചോദിക്കാം, അപേക്ഷിക്കാം. ദൈവമേ, എൻ്റെ സൃഷ്ടിയിലൂടെ, അല്ലെങ്കിൽ ഞാനാകുന്ന സൃഷ്ടിയിലൂടെ നീ ആഗ്രഹിച്ച ഒരു തലത്തിലേക്ക് ഉയരാൻ എന്നെ നീ സഹായിക്കണമേ. ഈ പ്രപഞ്ചം ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലായി മാറാൻ, ഈ പ്രപഞ്ചം കാത്തിരിക്കുന്ന, ചൈതന്യത്തിനായി കാത്തിരിക്കുന്ന എൻ്റെ ഒരു ദൈവാനുഭവം, അതിലേക്ക് എന്നെ വളർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പം കൂടെ തേജസ്കരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ തേജസ്സിൻ്റെ അനുഭവത്തിലേക്ക്, ശോഭയുള്ള അനുഭവത്തിലേക്ക് മാറാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നിങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, വീഴ്ചകളെ ഓർത്ത് അനുദപിച്ച്, നല്ല കുമ്പസാരം എടുത്ത് ആ ചൈതന്യം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. ഒരുപക്ഷെങ്കിൽ ദൈവാലയങ്ങൾ തുറക്കപ്പെടാത്ത സന്ദർഭങ്ങളാണ്. പലപ്പോഴും പ്രാർത്ഥന നമുക്ക് കൂട്ടായിട്ട് നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങളാണ്. ഒരു കുടുംബം തന്നെ ഒരു ദൈവാലയമാക്കി മാറ്റിക്കൊണ്ട്, ഒരു കുടുംബത്തിലെ പുരോഹിതനായി ഗൃഹനാഥൻ നിന്നുകൊണ്ട്, അതിലെ ശുശ്രൂഷകാരിയായി ആ ഗൃഹനാഥൻ നിന്നുകൊണ്ട്, മക്കൾ ചേർന്ന് നിന്ന് ആരാധന അണയ്ക്കുന്ന ഒരു ദൈവാനുഭവത്തിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ വരുന്ന തലമുറ അതിലും വിശുദ്ധന്മാർ എഴുന്നേൽക്കട്ടെ. നമ്മുടെ വരുന്ന തലമുറയിൽ നല്ല വിശുദ്ധിയിൽ ജീവിക്കുന്ന അനേക വാങ്ങിപ്പോയ വിശുദ്ധന്മാരെ പോലെ നിർമ്മലരായ ശുദ്ധന്മാർ എഴുന്നേൽക്കട്ടെ.
കർത്താവിന് വേണ്ടി ഇനിയും ജീവിച്ച് മരിക്കുന്ന രക്തസാക്ഷികൾ ഈ സഭയിലുണ്ടാകട്ടെ. ദൈവം നമ്മളെ ഇതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. Believe